പോട്ടെ, സമയം വരും. കീപ്പിംഗ് ക്വയറ്റ് അറ്റ് ടൈംസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എന്റെ ചേച്ചി മിണ്ടായിരുന്ന പോലെ മിണ്ടായിരുന്ന പറ്റില്ല. അതെ, പറ്റില്ല. അത് ആരും ഒരുപാട് വർഷത്തേക്കൊന്നും മിണ്ടായിരിക്കരുത്. ഒരു 10-20 മിനിറ്റ് ഒക്കെ മിണ്ടായിരിക്കും, എന്നിട്ട് മിണ്ടണം. പറയാൻ കേൾക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ കേട്ട് അപ്പൊ തന്നെ കൊടുത്തോളൂ. അത്രേ ഉള്ളൂ. അമൃതയുടെയും നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഇതിലൊക്കെ ലൈഫ് മാറ്റിയതാണ് സുരേഷ് ചേട്ടൻ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തപ്പോഴും. ആ ഒരു റിലേഷനെ കുറിച്ചും കൂടെ ഒന്ന് പറയൂ അബി. ഇപ്പോ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള റിലേഷൻ? ആ ഒരു ഇത് പറയാനാണെങ്കിൽ ഇപ്പൊ സുരേഷ് അങ്കിളായിട്ടുള്ള നമ്മുടെ ഇതുവരെയും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളീഡ് ആയിട്ടുള്ള അഗൈൻ ഈ പറഞ്ഞ പോലെ ഒരു 10 കമന്റുകളിൽ ഈ ഒരു സാധനം വരുമ്പോഴാണ് പയ്യെ ആൾക്കാർ ഇത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ബാക്കി കമന്റ് ചെയ്യുക. അപ്പൊ സുരേഷ് അങ്കിളുടെ സീൻ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ സ്റ്റാർസിംഗിൾ ചേച്ചിയുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മൗനമേ എന്ന് പറയുന്ന പാട്ട് പാടിയ റൗണ്ടിൽ ചേച്ചി ഒരു പട്ടുപാടയും ബ്ലൗസ് ആയിരുന്നു. അപ്പൊ ചേച്ചി പാട്ടിനും പെർഫോമൻസിനും നമ്മൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിനും ഒക്കെ ആയിരുന്നു മാർക്ക്. ചേച്ചിയുടെ കോസ്റ്റ്യൂമിന് മാർക്ക് കുറഞ്ഞു, പെർഫോമൻസിന് ഫുള്ള് കിട്ടി. അന്നാണ് സുരേഷ് അങ്കിൾ ഏഷ്യനെറ്റിൽ വിളിച്ചിട്ട് പറയുന്നത് ഇനി അമൃതയ്ക്ക് കോസ്റ്റ്യൂമിന്റെ കേസിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇതാണ് അന്നുള്ള ബന്ധം. ഇന്നും രാധികാന്റിയായിട്ടും സുരേഷ് അങ്കിളായിട്ടും മക്കളായിട്ടും ഒക്കെ ഞങ്ങൾ ഇപ്പോഴും ലൈക്ക് ഫാമിലി. പറഞ്ഞുകൊണ്ട് ചേച്ചി പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഒരു ഫാമിലിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സുരേഷ് അങ്കിളുടെ ഫാമിലി എന്നാണ്. ആ കള്ളൻ എന്നുള്ള പേര് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും അവൻ കള്ളനാന്നുള്ള പേര് വന്നോണ്ടേയിരിക്കും. അത് കട്ടോന്ന് മാറ്റർ അല്ല, ആ കട്ടിട്ടുണ്ടെങ്കിൽ കക്കാനുള്ള റീസൺ മാറ്റർ അല്ല, ഇതൊന്നും മാറ്റർ അല്ല. ആ പേര് വീണോ യു ആർ ഡൺ. എസ്പെഷ്യലി കള്ളൻ എന്നുള്ളതിന്റെ നമുക്ക് അതിന്റെ ഒരു ജെൻഡറും കൂടെ മാറ്റിയ കള്ളിയാണെങ്കിൽ യു ആർ ഡൺ. ഒരു പെണ്ണിനാണ് ഇത് പറ്റുന്നതെന്നുണ്ടെങ്കിൽ, കാരണം അതിനകത്ത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഇവിടെ ഇങ്ങനെയാണ്. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കുറെ കൂടെ ഒരു മെയിൽ ഡോമിനൻസ് ഉള്ള സ്ഥലമാണ്. അപ്പൊ നമുക്കതിനെ വേണമെങ്കിൽ അറിഞ്ഞ് നമ്മുടേതായ ഒരു വഴി വെട്ടി വരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അഗേൻസ്റ്റ് ആയി നിൽക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി നിൽക്കുക. അപ്പൊ നമ്മുടെ എവിടെയെന്ന് പറഞ്ഞാൽ ബീങ് എ വുമൺ സെൽഫ് ഏൺ ചെയ്ത് സെൽഫ് ഡിപ്പെൻഡന്റ് ആയി നിൽക്കുന്ന ഒരു പെണ്ണിന് ഇങ്ങനത്തെ ഒരു ടാഗൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി അത്രയൊന്നും നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ലൈഫ് വെച്ചിട്ട് നമ്മൾ കളിക്കേണ്ടി വരും. അത് വെരി ട്രൂ. ആ ഒരു പേര് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വർഷങ്ങളെടുക്കും. ഒന്ന് വരാൻ ഒരു സെക്കൻഡ് മതി. അതൊന്ന് മാറ്റി അതൊന്ന് ഹീൽ ചെയ്ത് എടുക്കണമെങ്കിലാണ് അതിന്റെ മുകളിൽ എത്ര ഡേയ്സ് എത്ര ഇയേഴ്സ് വേണം അല്ലേ? അതിനകത്ത് പക്ഷെ ആർക്കും ഒരു പ്രശ്നമില്ലെന്നേ. ഒരാളുടെ വീഴ്ച അല്ലെങ്കിൽ ഒരാളുടെ പെയിനിനെയാണ് നമ്മൾ ഈ മോക്ക് ചെയ്യുന്നത്. എന്തായി ഇപ്പോന്നൊക്കെയുള്ളൊരു ടോണ് അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത് അങ്ങനെ പറയാനും വേണം ഒരു പ്രത്യേക ഒരിത്. എന്തൊക്കെയോ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം എടാ നമ്മളിവിടെ ആകെ വീണിരിക്കുള്ളൂ, സ്റ്റോപ്പ് എന്ന് നമുക്ക് അവിടെ പറയാനുള്ളൊരു ഓപ്ഷൻ. നേരിട്ടാണെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അതും നിങ്ങൾ എന്താണ് സിറ്റുവേഷന്റെ ഡെപ്ത് മനസ്സിലാക്കുന്നില്ല, അവിടുത്തെ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ പോവാ, ഒന്ന് കൊടുത്തേക്കാം, കമന്റ് ചെയ്യുന്നു, പോണു. എന്താണെന്നൊന്നും അവിടെ അല്ലേ റിയാലിറ്റി മനസ്സിലാക്കാണ്ടാണ് പലരും കമന്റ് ചെയ്യണതും ഈ പറയണ പോലെ അറ്റാക്കിങ് ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഓരോ ആൾക്കാർക്ക് ഓരോ ലുക്ക് ഉണ്ട്, ഒരു വൈബ് ഉണ്ട്. ചിലർക്കൊക്കെ പറഞ്ഞോട്ട് ഭയങ്കര കള്ളന്മാരാണെങ്കിലും അവർക്ക് ഭയങ്കര പാവം ലുക്കായിരിക്കും. ഇനിയിപ്പോ അവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാവം കണ്ടാത്തന്നെ എങ്ങനെ അറിയാനാണ്? ഹൗ കെൻ വി ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ? ഒരാളുടെ ലുക്കല്ല അയാൾ എന്താന്ന് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കൊക്കെ സ്പെഷ്യലി ഞാൻ മറ്റേ പട്ടിഷോ ജാട അഹങ്കാരി ഇതാണ്. എൻ്റെ അടുത്തൊരു ഇച്ചിരി നേരം സംസാരിച്ചിട്ട് തന്നെ അങ്ങനെ ജഡ്ജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ ഭാഗ്യത്തിന് എൻ്റെ ചേച്ചി പണ്ടൊക്കെ ഭയങ്കര സ്റ്റാർസിംഗിന്റെ സമയത്തൊക്കെ ഭയങ്കര വേറൊരു പേഴ്സോണ ആയിരുന്നു. പക്ഷെ അവരുടെ ലൈഫ് ആണ് അവർ ഇത്രയും ബോൾഡ് ആക്കി ഇത്രയും സ്ട്രോങ് ആക്കി എന്നുള്ളത് എത്രത്തോളമൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും, പക്ഷെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലുക്കും വൈബും വെച്ച് അഹങ്കാരികളാണ്. ഒരു രക്ഷയില്ല. അവരുടെ കയ്യിലിരിപ്പിന്റെ അവർക്ക് കിട്ടണം അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ പോന്നോട്ടെ, അത്രയുള്ള ഒന്നും ചെയ്യാനില്ല അതിനകത്ത്.